രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹിന്ദു മേഖലയിൽ നിന്നും രാഹുൽ ഒളിച്ചോടുന്നുവെന്നും നരേന്ദ്രമോദി വിമർശിച്ചു. അതേസമയം വയനാട് സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾക്കും പ്രതിപക്ഷ കക്ഷികൾക്കും എതിർപ്പുണ്ട്. ബിജെപി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതാണ് രാഹുലിന്റെ വയനാട് സ്ഥാനാർത്ഥിത്വമെന്ന് ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാട്ടി. AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിനെ വെട്ടിലാക്കുന്നു. രാഹുൽ ഗാന്ധിയിൽ ഏറെ സ്വാധീനമുള്ള കേരള നേതാക്കളായ AK ആന്റണിയും KC വേണുഗോപാലും സങ്കുചിത രാഷ്ട്രീയം കളിച്ചുവെന്ന വിമർശനം ഒരു വിഭാഗം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അഹമ്മദ് പട്ടേലിനെ പോലുള്ളവർ മത്സരിക്കരുതെന്ന അഭിപ്രായം രാഹുലിനോട് പറഞ്ഞിരുന്നു. പാർട്ടിയിൽ സഖ്യങ്ങളുടെ ചുമതലയുള്ള AK ആന്റണി പ്രതിപക്ഷത്തിന്റെ വിശാല സഖ്യത്തിന് തന്നെ പ്രശ്നമുണ്ടാകുന്ന തരത്തിൽ തീരുമാനമെടുത്തെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. വയനാട് സ്ഥാനാർത്ഥിത്വം BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുമെന്ന് ആം ആദ്മി ചൂണ്ടിക്കാട്ടി. BJP ശക്തമായ സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നതിന് പകരം BJP ഇല്ലാത്ത സംസ്ഥാനത്ത് മത്സരിക്കുന്നത് ശരിയല്ലെന്ന് ആം ആദ്മി നേതാവും മന്ത്രിയുമായ ഗോപാൽ റായ് പറഞ്ഞു. അതേസമയം BJP ആകട്ടെ അമേഠിയിൽ നിന്ന് രാഹുൽ ഭയന്നോടുന്നു എന്ന പ്രചാരണത്തിനപ്പുറം ഹിന്ദു മേഖലയിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് വയനാട് സ്ഥാനാർത്ഥിത്വം എന്ന നിലയിൽ പ്രചാരണം ആരംഭിച്ചു. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തി. जिसको उन्होंने शांति प्रिय हिंदू समाज को, भाईचारे की जिंदगी जीने वाले हिंदू समाज को, पूरे विश्व को परिवार मानने वाले हिंदू समाज को आतंकी कह दिया, आतंकवाद हिंदू के साथ जोड़ दिया. इसके कारण अब उनकी हिम्मत नहीं पड़ रही है कि जहां पर मेजॉरिटी के लोग रहते हैं वहां चुनाव लड़ने की हिम्मत नहीं है. ये आतंकवादी हिंदू की सजा उनको मिल चुकी है और इसलिए भाग करके जहां मेजॉरिटी माइनॉरिटी में है वहां शरण लेने के लिए मजबूर हो गए. BJP വിമർശനം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തിരിച്ചടിയാകുമെന്ന ഭയം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണമായി BJPയും സഖ്യകക്ഷികളും വയനാട് സ്ഥാനാർത്ഥിത്വം ഉയർത്തിയാൽ പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ആരുടെ താൽപര്യം സംരക്ഷിക്കാനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുപക്ഷമാണ് പ്രധാന ശത്രു എന്ന സന്ദേശമാണ് ഇതിലൂടെ കോൺഗ്രസ് നൽകുന്നത്. യഥാർത്ഥത്തിൽ BJPയെ നേരിടാനല്ല കോൺഗ്രസ് നീക്കം. അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തിലെ കുത്തക മുതലാളിമാർക്ക് പ്രധാന ശത്രുവാണ്. ഇടതുപക്ഷം കോർപ്പറേറ്റുകൾക്ക് പ്രധാന ശത്രുവാണ്. കാരണം ഇവരെല്ലാം ആഗ്രഹിക്കുന്ന പോലെ വളർന്നു കൊടുക്കാൻ തയ്യാറുള്ള ഒന്നല്ല ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തെ നേരിടാൻ, ഇടതുപക്ഷത്തോട് മത്സരിക്കാൻ ഇവിടെ രാഹുൽ ഗാന്ധി വന്നു എന്ന് പറയുന്നത് ആരുടെ താല്പര്യം എന്നത് അവർ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. PC ചാക്കോയ്ക്കെതിരെ ഒളിയമ്പുമായി മുല്ലപ്പള്ളി. അപ്രിയ സത്യങ്ങൾ പറഞ്ഞാൽ ചില കോൺഗ്രസ് നേതാക്കൾക്ക് വേദനിക്കുമെന്നും മുല്ലപ്പള്ളി കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് തുറന്നു പറയുമ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും ഏതെങ്കിലും തരത്തിൽ സങ്കടപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവും. ചിലപ്പോൾ അപ്രിയ സത്യങ്ങളായിരിക്കും. സത്യങ്ങൾ ചിലപ്പോൾ പറയാൻ നിർബന്ധിതമാകുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും. ആ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ എല്ലാ നാടകങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞിരിക്കും. വ്യക്തമാകാനായിട്ടില്ല. സന്ദർഭം വരുമ്പോൾ ഞാൻ വ്യക്തമാക്കും. നിങ്ങൾക്ക് ഓരോ ദിവസവും സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാതെ തന്നെ കൂടുതൽ സൂചനകൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് വാസ്തവം. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉന്നയിച്ച ആരോപണത്തെ പിന്തുണയ്ക്കാതെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചില അപ്രിയ സത്യങ്ങളുണ്ടെന്നും അത് തുറന്നു പറഞ്ഞാൽ പാർട്ടിയിൽ പലരെയും വേദനിപ്പിക്കുമെന്ന മുല്ലപ്പള്ളിയുടെ ആരോപണത്തെക്കുറിച്ച് ചോദ്യമുയർന്നപ്പോൾ അതേക്കുറിച്ച് മുല്ലപ്പള്ളിയോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. കേന്ദ്രത്തിൽ മതനിരപേക്ഷ സർക്കാർ ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന്റെ പിന്തുണ വേണ്ടിവരില്ല എന്ന ചോദ്യത്തിന് അത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യമെന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. കേരളത്തിൽ ഇടതുപക്ഷവും ദേശീയ BJPയുമാണ് കോൺഗ്രസിന്റെ മുഖ്യ ശത്രുവെന്ന് ചെന്നിത്തല വ്യക്തമാക്കി. അദ്ദേഹം അടുത്ത ദിവസം വരുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ടാണ് രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ ക്ഷണിച്ചത്. ഒരഭിപ്രായ വ്യത്യാസമാക്കായിരുന്നു. അത് അന്നേരം ആലോചിക്കാവുന്ന നിലപാടാണ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നിലപാട്. ദേശീയ തലത്തിൽ ഞങ്ങൾക്ക് തന്നെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്ത്യയിലെ എല്ലാ മതേതര കക്ഷികളെയും യോജിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ടും പല സ്ഥലങ്ങളിലും അത്ര യോജിപ്പുകൾ ഉണ്ടാകാതിരിക്കുന്നുണ്ട്, UP പോലുള്ള സംസ്ഥാനങ്ങളിൽ. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണ്?
RSSന്റെയും BJPയുടെയും അജണ്ട നടപ്പാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ പുറത്താക്കാനുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ കോൺഗ്രസ് എന്നും മതേതര ശക്തികളെ ശക്തിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കേരളത്തിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയാണ്. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ എതിരാളി UDF-മാണ്. BJP പ്രസക്തമല്ലാത്ത വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിലൂടെ BJP അല്ല ഇടതുപക്ഷമാണ് മുഖ്യ ശത്രുവെന്ന സന്ദേശമാണ് കോൺഗ്രസ് നൽകുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുന്നുവെന്നതല്ല, ആർക്കെതിരെ മത്സരിക്കുന്നുവെന്നതാണ് പ്രധാനം. വയനാട് അടക്കം കേരളത്തിലെ 20 സീറ്റിലും ഇടതുപക്ഷം വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാവേലിക്കരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം മാന്നാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സീതാറാം യെച്ചൂരി. You have the Congress deciding to put the Congress president to contest from Kerala, from a seat, Wayanad, where there is no BJP. What is the signal being given? That in today's political conditions, the signal being given by the Congress is the left is the principal enemy and not the BJP. What is the point in contesting a seat where the BJP doesn't even exist in terms of an electoral strength? So that is the signal that is being given by the Congress, so you know who is sincere, who is not. പടക്കളത്തിൽ നിന്ന് ഒളിച്ചോടുന്ന പടനായകനാണ് രാഹുൽ ഗാന്ധി. ദേശീയതലത്തിൽ മതനിരപേക്ഷ കൂട്ടായ്മയെ കോൺഗ്രസ് തകർക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വരുന്ന മതനിരപേക്ഷ സർക്കാരിൽ ജൂനിയർ പങ്കാളിത്തം മാത്രമായിരിക്കും കോൺഗ്രസിനുണ്ടായിരിക്കുകയെന്ന് SRP വ്യക്തമാക്കി. പടക്കളത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നു. ഇവിടെ ഇത് കാണിക്കുന്നത് ഇവിടെ BJPയെ സഹായിക്കുന്ന സമീപനാണ് ഈ കോൺഗ്രസ് ഉടനീളം സ്വീകരിച്ചിരിക്കുന്നത്. BJPക്കെതിരായ ഒരു ഉറച്ച നിലപാട് വടക്കേ ഇന്ത്യയിൽ എടുക്കാൻ ഈ കോൺഗ്രസിനാവുന്നില്ലേ? ഇവിടെ ഇപ്പോ വയനാട് നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 8% വോട്ട് മാത്രമാണ് BJPക്കുള്ളത്. ലെഫ്റ്റിനെ എതിർക്കാനാണ്. അന്നേരം മധ്യപ്രദേശത്തിൽ, ഛത്തീസ്ഗഡിൽ, രാജസ്ഥാനിൽ, ഉത്തർപ്രദേശത്തിൽ, പടിഞ്ഞാറൻ ബംഗാളിൽ, മറ്റു സംസ്ഥാനങ്ങളിൽ വളർന്ന് ശക്തിപ്പെട്ടു വരുന്ന മതനിരപേക്ഷ ഐക്യത്തെ പൊളിച്ച് BJPയെ സഹായിക്കുന്ന സമീപനാണ് കോൺഗ്രസിൻ്റെത്. ഇന്നിപ്പോ കോൺഗ്രസ് വലിയ തകർച്ചയെ നേരിടുകയാണ്. അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. കാർഷിക വായ്പകളുടെ മൊറട്ടോറിയം ദീർഘിപ്പിച്ച മന്ത്രിസഭാ തീരുമാനത്തിന് കാർഷിക വായ്പകളുടെ മൊറട്ടോറിയം ദീർഘിപ്പിച്ച മന്ത്രിസഭാ തീരുമാനത്തിന് അനുകൂല ശുപാർശ നൽകിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. തീരുമാനം ഉടൻ വന്നേക്കുമെന്നും അനുകൂല ശുപാർശ നൽകിയത് മാനുഷിക പരിഗണന കണക്കിലെടുത്താണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. ഇലക്ഷൻ കമ്മീഷനിലേക്ക് ഞങ്ങൾ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ശുപാർശ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇതിന്റെ ഫൈനൽ തീരുമാനം അറിയിക്കും. തീരുമാനം വരും. അനുകൂലമായിട്ടാണ് ഗവൺമെന്റിന്റെ വിശദീകരണം കിട്ടിയതിന് ശേഷം എല്ലാ വശങ്ങളും നോക്കിയിട്ട് അതിലെ ഒരു അർജൻസിയും ഉണ്ട്. പിന്നെ ഈ കർഷകരുടെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷം കൂടി ഇതിലുണ്ട്. അതുകൊണ്ട് ഒരു മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനിലേക്ക് ഇത് ശുപാർശ ചെയ്തിട്ടുണ്ട്. അത് ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം വരും എന്നാണ് എനിക്ക് ശുഭാപ്തി വിശ്വാസം. തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്ത് ക്രൂരമായി മർദ്ദിച്ച് ചികിത്സയിൽ കഴിയുന്ന 7 വയസ്സുകാരനെ മുഖ്യമന്ത്രി സന്ദർശിച്ചു. കുട്ടിയുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി ചർച്ച നടത്തി. മരുന്നുകളോട് കുട്ടി പ്രതികരിക്കുന്നില്ല എന്നും കുട്ടിയുടെ ആരോഗ്യനില മോശമാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 10 മണിയോടെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയ മുഖ്യമന്ത്രി അരമണിക്കൂറിലധികം ആശുപത്രിയിൽ ചിലവഴിച്ചു. മുഖ്യമന്ത്രിക്കൊപ്പം കുട്ടിയെ സന്ദർശിച്ച ഡോക്ടർമാർ കുട്ടിയുടെ ആരോഗ്യനിലയെപ്പറ്റി മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകി. എന്നാൽ കുട്ടിയുടെ തലച്ചോറിന്റെ 5% ഭാഗം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. പൂർണ്ണമായും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നതെന്നും കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് കുട്ടിയെ സന്ദർശിച്ച ശേഷം മുഖ്യമന്ത്രി ഉറപ്പു നൽകി. നിർഭാഗ്യകരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കുട്ടിക്ക് സ്വന്തമായി ശ്വാസോച്ഛ്വാസം നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ നീങ്ങുന്നത്. വിദഗ്ധ സംഘം പരിശോധന നടത്തി 48 മണിക്കൂർ പിന്നിട്ടിട്ടും 7 വയസ്സുകാരന്റെ ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. സ്വന്തമായി ശ്വാസമെടുക്കാനോ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനോ കുട്ടിയുടെ ശരീരത്തിന് സാധിക്കുന്നില്ല.
ചെറിയ തോതിൽ തലച്ചോർ പ്രവർത്തിക്കുന്നതിനാലാണ് മസ്തിഷ്ക മരണം ഉറപ്പാക്കാൻ സാധിക്കാത്തതെന്ന് കുട്ടിയെ പരിശോധിച്ച വിദഗ്ധ സംഘം അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യമന്ത്രി നിയോഗിച്ച കോട്ടയത്ത് നിന്നുള്ള മെഡിക്കൽ സംഘം ഒരിക്കൽ കൂടി കുട്ടിയെ പരിശോധിക്കും. ഇതിനുശേഷമായിരിക്കും മസ്തിഷ്ക മരണം സംബന്ധിച്ച് സംഘം റിപ്പോർട്ട് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് സമൂഹ മാധ്യമങ്ങളിൽ കുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ പങ്കുവച്ചവർ പിടിയിലായി. 20 പേർ അറസ്റ്റിൽ, 25 പേർക്കെതിരെ കേസെടുത്തു. ഓപ്പറേഷൻ പി ഹണ്ട് എന്ന പേരിലാണ് പരിശോധന നടക്കുന്നത്. ഇന്റർപോളിൽ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് കേരള പോലീസിന്റെ നടപടി. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ നഗ്ന ഫോട്ടോയും വീഡിയോയും പങ്കുവച്ചവരാണ് പിടിയിലാകുന്നത്. സൈബർ ഡോമിന്റെ പ്രവർത്തനം മൂലമാണ് ഇത്തരക്കാർക്ക് കുരുക്ക് വീണത്. കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ളവരാണ് പിടിയിലായത്. വാട്സ്ആപ്പ്, ടെലിഗ്രാം അക്കൌണ്ടുകൾ വഴിയാണ് ഇവർ കുട്ടികളുടെ ചിത്രങ്ങൾ കൈമാറിയിരുന്നത്. നിലവിൽ സംസ്ഥാന വ്യാപകമായി പരിശോധന തുടരുകയാണ്. ഇന്റർപോളിൽ നിന്നും ലഭിച്ച നിർദ്ദേശത്തിനെ തുടർന്നാണ് കേരള പോലീസിന്റെ നടപടി. എഡിജിപി മനോജ് എബ്രഹാമാണ് പി ഹണ്ടിന് നേതൃത്വം നൽകുന്നത്. അറസ്റ്റിലായവരുടെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും പോലീസ് പരിശോധിച്ചു വരികയാണ്. സൈബർ വിദഗ്ധരും പോലീസിന്റെ സഹായത്തിനായുണ്ട്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന 80-ലധികം പേരെയാണ് ഇതുവരെയായി പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരം മേനംകുളം സ്വദേശി ജിതിൻ, മൺവിള സ്വദേശി ബിനോയ് എന്നിവരും പിടിയിലായവരിൽ ഉൾപ്പെടുന്നു. പ്രതികളായ ജിതിൻ മറൈൻ എഞ്ചിനീയറും ബിനോയ് ടെക്നോ പാർക്കിലെ IT ജീവനക്കാരനുമാണ്. പ്രതികൾക്കെതിരെ IT ആക്ട്, പോസ്കോ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിദേശ രാജ്യങ്ങളുടേതുൾപ്പെടെ 29 ഉപഗ്രഹങ്ങളുമായി SRO വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 9:30 വിക്ഷേപണം. അമേരിക്കയുടെ 24-ഉം ലിത്വാനിയയുടെ 2-ഉം സ്പെയിൻ, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളുടെ ഓരോ ഉപഗ്രഹങ്ങളുമാണ് വിക്ഷേപിച്ചത്. PSLVയുടെ C-45 റോക്കറ്റാണ് ഇന്ത്യയുടെ എമിസാറ്റ് അടക്കമുള്ള ഉപഗ്രഹങ്ങളുമായി കുതിച്ചത്. MP എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. 2004 മുതൽ രാഹുൽ MP ആയ അമേഠി മണ്ഡലം അടിസ്ഥാന സൌകര്യ വികസനത്തിലും മാനവ വിഭവശേഷി വികസനത്തിലും ഏറെ പിന്നിലാണ്. മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാത്ത MP എന്ന പേരുദോഷവുമായാണ് രാഹുൽ വയനാട്ടിലേക്ക് വണ്ടി കയറുന്നത്. 1967 മുതൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായ അമേഠി യാതൊരു വികസനവും തൊട്ടു തീണ്ടാത്ത ഇന്ത്യയിലെ ചുരുക്കം ചില ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ്. അമേഠിയുടെ ഈ പേരുദോഷം മാറ്റാൻ ഒന്നും ചെയ്യാൻ 2004 മുതൽ MP ആയിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കാകട്ടെ സാധിച്ചതുമില്ല. എന്തുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഏറ്റവും മോശം MP ആകുന്നുവെന്ന് ലോക്സഭാ സൈറ്റിലെ വിവിധ കണക്കുകളിലൂടെ വ്യക്തമാകും. പാർലമെന്റിൽ ഹാജരാകുക എന്നതാണ് പാർലമെന്റ് അംഗത്തിന്റെ പ്രാഥമിക കടമ. അക്കാര്യത്തിൽ തന്നെ രാഹുൽ പരാജയമായി. 52% മാത്രമാണ് രാഹുലിന്റെ 5 വർഷത്തെ ഹാജർ ശരാശരി. ദേശീയ ശരാശരി 80%ആണെന്നിരിക്കെയാണ് ഈ മോശം പ്രകടനം. ചർച്ചകളിൽ പങ്കെടുത്തത് പരിശോധിച്ചാൽ 14 ചർച്ചകളിൽ പങ്കെടുത്തതിന്റെ മാത്രം കണക്ക് കാണാം. 67 ദേശീയ ശരാശരി എന്നോർക്കണം. ഇതിലും പരമദയനീയമാണ് ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണം. വട്ടപൂജ്യം. അതായത് സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സഭയിൽ ഒരക്ഷരം ഉരിയാടിയില്ലെന്ന് സാരം. സ്വകാര്യ ബിൽ അവതരിപ്പിച്ച കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല, 0 തന്നെ. 2004 മുതൽ 2014 വരെയുള്ള 10 വർഷത്തിനിടെ, അതായത് 3650 ദിവസത്തിനിടെ രാഹുൽ മണ്ഡലത്തിൽ പൂർണ്ണമായും ചെലവഴിച്ചത് 106 ദിവസം മാത്രമാണ്. എന്നാൽ 2015 ജൂൺ മുതൽ 2017 ജൂലൈ വരെ വിദേശ പര്യടനം നടത്തിയതാകട്ടെ 121 തവണയും. ഇനി MP ഫണ്ട് വിനിയോഗത്തിന്റെ കാര്യം പരിശോധിക്കാം. ഉത്തർപ്രദേശിലെ MPമാരിൽ ഫണ്ട് വിനിയോഗത്തിന്റെ കാര്യത്തിൽ 71-ാം സ്ഥാനമാണ് രാഹുൽ ഗാന്ധിക്ക്. ഏറ്റവും പോഷകാഹാരക്കുറവ് നേരിടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് അമേഠിയെന്നും എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി ജനുവരിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. പാർലമെന്റേറിയൻ എന്ന രീതിയിൽ പൂർണ്ണ പരാജയമെന്ന പേരുദോഷവുമായി എത്തുന്ന രാഹുൽ ഗാന്ധിയെ ജനപ്രതിനിധി എന്ന നിലയിൽ വയനാട് വിലയിരുത്തുമെന്നുറപ്പ്. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ നെറുകയിലെത്തുമ്പോൾ നാഷണൽ ഹെറാൾഡ് കേസ് കോടതിയുടെ പരിഗണനയിലെത്തുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാകും. സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും മുഖ്യപ്രതികളായിരിക്കുന്ന കേസ് രാഷ്ട്രീയ വജ്രായുധമാക്കാനാണ് BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെയും യങ് ഇന്ത്യ കമ്പനിയുടെയും ആദായനികുതി ഫയലുകൾ വീണ്ടും പരിശോധിക്കാനുള്ള ആദായനികുതി വകുപ്പിന്റെ തീരുമാനത്തിനെതിരെയാണ് ഗാന്ധി കുടുംബം അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇവരുടെ അപേക്ഷ പരിഗണിച്ച് നാഷണൽ ഹെറാൾഡ് കേസ് ഏപ്രിൽ 23 മാറ്റിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ആവേശങ്ങൾ കത്തിജ്വലിക്കുന്ന സമയത്ത് ഈ കേസ് കോടതി പരിഗണിക്കുന്നത് കോൺഗ്രസിന് തിരിച്ചു നൽകുമെന്നുറപ്പാണ്. സോണിയാഗാന്ധിക്കും മകൻ രാഹുൽ ഗാന്ധിക്കുമെതിരെ സുബ്രഹ്മണ്യസ്വാമി ദില്ലി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു കേസാണ് നാഷണൽ ഹെറാൾഡ് കേസ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അവരുടെ വിധേയരും ചേർന്ന്
കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡ് 2010 5 ലക്ഷം രൂപ മൂലധനം കൊണ്ട് രൂപീകരിച്ച യങ് ഇന്ത്യ എന്നൊരു കമ്പനി രൂപീകരിച്ച് തട്ടിയെടുത്തു എന്നാണ് സുബ്രഹ്മണ്യസ്വാമി ആരോപിക്കുന്നത്. 2010 ഡിസംബർ 13 രാഹുൽ ഗാന്ധി യങ് ഇന്ത്യൻ കമ്പനിയുടെ ഡയറക്ടറായി നിയമിതനായി. അധികം വൈകാതെ 2011 ജനുവരിയിൽ സോണിയാഗാന്ധി ഡയറക്ടർ ബോർഡ് അംഗമായും സ്ഥാനമേറ്റെടുത്തു. യങ് ഇന്ത്യൻ കമ്പനിയുടെ 76% ഓഹരികളും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമാണ് കൈവശം വെച്ചിരിക്കുന്നത്. 12% വീതം ഓഹരികൾ മോത്തിലാൽ വോറയ്ക്കും ഓസ്കാർ ഫെർണാണ്ടസിനുമുണ്ട്. ഈ ഏറ്റെടുക്കലിലൂടെ നാഷണൽ ഹെറാൾഡ്, ഗവാമി ആവാസ് എന്നീ പത്രങ്ങളും ദില്ലിയിലും ഉത്തർപ്രദേശിലുമുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂസ്വത്തുക്കളും രാഹുലിന്റെയും സോണിയയുടെയും കൈവശത്തിലായി എന്നും പരാതിയിൽ ആരോപിച്ചിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെയും യങ് ഇന്ത്യൻ കമ്പനിയുടെയും ആദായനികുതി ഫയലുകൾ വീണ്ടും പരിശോധിക്കാനുള്ള ആദായനികുതി വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. കെ രമയ്ക്കെതിരെ കേസെടുക്കാൻ വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. പി ജയരാജനെ കൊലയാളിയെന്ന് വിളിച്ച് ആക്ഷേപിച്ചതിനാണ് കേസ്. കോടിയേരി ബാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിന്മേലാണ് കോടതി ഉത്തരവ്. 50% വിവിപാറ്റ് രസീതുകൾ എണ്ണണമെന്ന പ്രതിപക്ഷ ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി ഈ മാസം 8ലേക്ക് മാറ്റി. 50% എണ്ണാൻ കഴിയില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദത്തിൽ പ്രതിപക്ഷത്തെ നേതാക്കൾ മറുപടി നൽകണം. വെള്ളിയാഴ്ചയ്ക്കകം മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാനും ഉത്തരവായി. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത, സഞ്ജീവ് ഖന്ന എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. തെരഞ്ഞെടുപ്പിലെ സുതാര്യത ഉറപ്പാക്കാൻ ഒരു അസംബ്ലി മണ്ഡലത്തിലെ ഒരു ബൂത്തിലെ വിവിപാറ്റ് എണ്ണുന്ന നിലവിലെ രീതിയാണ് പ്രായോഗികമെന്നാണ് കമ്മീഷന്റെ വാദം. ജമ്മുകാശ്മീരിലെ പുൽവാമ ജില്ലയിൽ സൈന്യവും ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 4 ലഷ്കർ-ഇ-തോയ്ബ ഭീകരർ കൊല്ലപ്പെട്ടു. വെടിവയ്പിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. സ്ഥലത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച രാത്രി മുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംഘം പുൽവാമയിലെ ലാസിപുര മേഖലയിൽ തിരച്ചിൽ നടത്തിവരികയായിരുന്നു. ഇതിനിടെയാണ് സംഘത്തിന് നേരെ ഭീകരരുടെ വെടിവെപ്പുണ്ടായത്. സംഭവസ്ഥലത്തു നിന്ന് AK-47 ഉൾപ്പെടെയുള്ള തോക്കുകളും സ്ഫോടക വസ്തുക്കളും സൈന്യം കണ്ടെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് കനത്ത ചൂട് മൂലമുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച കാലാവസ്ഥാ വിശകലനത്തിൽ ഇന്നും വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. മധ്യവേനൽ അവധിക്കാലത്ത് സ്കൂളുകൾ നടത്തരുതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശവും പുറപ്പെടുവിച്ചു. കഴിഞ്ഞ ദിവസവും നിരവധി പേർക്ക് സൂര്യാതപമേറ്റിരുന്നു. കോഴിക്കോട് നഗരത്തിൽ റോഡരികിൽ ട്രാൻസ്ജെൻഡറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ശങ്കുണ്ണി റോഡിൽ രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. നടക്കാവ് പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ സ്വദേശി ഷാലുവാണ് മരിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. നഗരത്തിലെ ഇടുങ്ങിയ വഴിയിലാണ് മൃതദേഹം കിടന്നത്. നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി സ്ഥിരമായി ഒത്തുചേരാറുള്ള സ്ഥലം കൂടിയാണിത്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ മറ്റംഗങ്ങളെ എത്തിച്ചാണ് പോലീസ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ഇന്നലെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു രാവിലെ തന്നെയാരോ ആക്രമിച്ചെന്ന പരാതിയുമായി ഇന്നലെ ഷാലു കോഴിക്കോട്ടെ ട്രാൻസ്ജെൻഡർ കൂട്ടായ്മയായ പുനർജനിയെ സമീപിച്ചിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചു. സമീപത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസിന്റെ അന്വേഷണം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. LDF സ്ഥാനാർത്ഥി VN വാസവന് ഏറ്റുമാനൂരിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ഉജ്ജ്വല വരവേൽപ്പ്. സ്ഥാനാർത്ഥിയുടെ ജനപ്രിയത വിളിച്ചോതുന്നതായി മാറി ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും. LDF 3ാം ഘട്ട പ്രചരണത്തിന്റെ ആദ്യ ഭാഗം പൂർത്തീകരിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ വൈക്കത്ത് നിന്ന് 2ാം ഘട്ട പ്രചരണം തുടങ്ങി. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ LDF സ്ഥാനാർത്ഥി VN വാസവനെ ഏറെ ആവേശത്തോടെയാണ് ജനങ്ങൾ വരവേറ്റത്. കുമരകം, തിരുവാർപ്പ്, ഐമനം, ആർപ്പൂക്കര, കൈപ്പുഴ തുടങ്ങി എല്ലായിടത്തും ആവേശകരമായിരുന്നു സ്വീകരണം. സ്വീകരണത്തോടൊപ്പം പ്രളയകാലത്തെ രക്ഷകനായ VN വാസവനെ ഓരോ കേന്ദ്രങ്ങളിലും ജനങ്ങൾ ഒഴുകിയെത്തി ആദരിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥിയുടെ ജനപ്രിയത വിളിച്ചോതുന്നതായി മാറി ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും. നാടൻ പഴക്കുലകളും കരിക്കിൻ കുലകളുമൊക്കെ നൽകിയാണ് നാട്ടുകാർ സ്ഥാനാർത്ഥിയെ എതിരേറ്റത്. മിക്കയിടങ്ങളിലും സ്ത്രീകളുടെയും യുവാക്കളുടെയും പങ്കാളിത്തം സ്വീകരണത്തിൽ ശ്രദ്ധേയമായി. എല്ലാ കേന്ദ്രങ്ങളിലും നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും അപാലവൃദ്ധൻ ജനങ്ങളാണ്. പറഞ്ഞത് പ്രളയക്കെടുതിക്കാലത്ത് ഏറ്റവും കൂടുതൽ അവരുടെ ജീവൻ തിരിച്ചു കിട്ടാൻ അവസരമുണ്ടാക്കിയ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം എന്നതാണ് അവർ വിശേഷിപ്പിച്ചത്.
അതുകൊണ്ട് തന്നെ ഗ്രാമമാകെ ഒന്നിച്ചു വന്ന് സ്വീകരിക്കുന്ന ഒരു പ്രതീതി കുമരകത്തുണ്ടായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നാടിന് ഉത്സവഛായ പകർന്ന നാട്ടിടവഴികളിലെ സ്നേഹസാഗരം ഏറ്റുവാങ്ങി ആവേശകരമായിരുന്നു പര്യടനം. അതേസമയം UDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ വൈക്കത്ത് നിന്ന് രണ്ടാം ഘട്ട പ്രചാരണം തുടങ്ങി. പ്രചരണ ഉദ്ഘാടനത്തിന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരിട്ടെത്തിയിട്ടും വൈക്കത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഏറെയും പ്രചാരണ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.